ഹായ്, അപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നത് ബാംഗ്ലൂരിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ഒരു കോളേജിലാണ് നിൽക്കുന്നത്. ഈസ്റ്റ് പോയിന്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിൽക്കുന്നത്. 66-ലേറെ കോഴ്സുകളും 10,000-ലേറെ സ്റ്റുഡൻസും പഠിക്കുന്നത്, എന്നാൽ 100% പ്ലേസ്മെന്റും അസിസ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ലാർജസ്റ്റ് കോളേജിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഈ ക്യാമ്പസിൽ തന്നെ മെയിൻ എൻട്രൻസിലാണ്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ്. ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പം കാണാൻ സാധിക്കും, ഇപ്പൊ ഇവിടെ ഓരോ കോഴ്സിനും ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ബിൽഡിംഗ് ആണ് അലോ ചെയ്തേക്കുന്നത്. ഇപ്പൊ MBBS തന്നെ സെപ്പറേറ്റ് ഒരു സെക്ഷൻ ആയിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം നഴ്സിംഗിനായാലും ഇനി മാനേജ്മെന്റ് സെക്ഷൻ ആയാലും ഇപ്പൊ എഞ്ചിനീയറിംഗിനായാലും ഇപ്പൊ എഞ്ചിനീയറിംഗിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ വരുന്നില്ലേ. അപ്പൊ അതിനൊക്കെ ഓരോ സ്പെഷ്യലൈസേഷനും ഓരോ ബിൽഡിംഗ് ആണ് ഇവിടെ അലോട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇപ്പൊ ലാബ് ഫെസിലിറ്റീസ് ഒക്കെ വരുമ്പോൾ ഫാക്കൽറ്റീസിന് അത്രയും അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത്, സ്റ്റുഡൻസിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ലാബ് ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കോളേജ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് എന്ന് പറയുമ്പോൾ 120 ഏക്കേഴ്സിലാണ്. അപ്പം നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ബിൽഡിങ്ങിലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ ഒരു 120 ഏക്കേഴ്സ് ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ഇവിടെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ സെക്ഷനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് കോളേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കോളേജ് ഒന്ന് വിസിറ്റ് ചെയ്താലോ. അപ്പൊ MBBS സെക്ഷനൊക്കെ അവിടെയാണ് വരുന്നത്. പിന്നെ ഇങ്ങോട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് പോകാനുള്ളത്. അങ്ങോട്ട് മാനേജ്മെന്റ് കോഴ്സുകൾ, പിന്നെ ഫാർമസി റിലേറ്റഡ് കോഴ്സുകൾ, ക്യാൻറ്റീൻ, ഇതൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ MBBS സെക്ഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും മറ്റും അവിടെ തന്നെ ഹോസ്റ്റലും എല്ലാം അവിടെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് കോളേജൊക്കെ ഒന്ന് ചുറ്റി കാണാനായിട്ട് സാധിക്കും. നമുക്ക് കോളേജ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ ഒരു ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള, അതായത് ഇവിടെ 10,000-ലേറെ സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും ഈ ഒരു കോളേജിൽ തന്നെയാണ്. നമുക്ക് എന്നാൽ അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഓരോ കോഴ്സുകളുണ്ട്. ഇപ്പൊ എഞ്ചിനീയറിംഗ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ BCA ഡിഗ്രി സെക്ഷൻസ് ഉണ്ട്, അതുപോലെ ഇവിടുത്തെ MBBS സെക്ഷൻ, നഴ്സിംഗ് സെക്ഷൻ, ഫാർമസി എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് കയറുമ്പോൾ തന്നെ സൈഡിൽ നമുക്ക് പാർക്കിംഗ് ഫെസിലിറ്റീസ് കാണാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ഓരോ സ്റ്റുഡൻസിന്റെയും ഓരോ സ്പെഷ്യലൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സും അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈമിംഗ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും ഇന്റേൺഷിപ്പും പ്രോപ്പർ പ്ലേസ്മെന്റും ഇവിടെ നിന്ന് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് ട്രെയിനിങ് ഒക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അത് ഇവരുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഇവരുടെ ഫസ്റ്റ് സെം കഴിയുമ്പോൾ തന്നെ ഇവർക്ക് പ്ലേസ്മെന്റിനുള്ള ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇവരുടെ ക്ലാസ്സിന് കൂടെ തന്നെ ആയിരിക്കും ഈ ഒരു കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പൊ സ്റ്റുഡൻസിന് അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അവരുടെ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഓപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതൊക്കെ ആ ഒരു ഓഫർ അവർക്ക് അച്ചീവ് ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിരിക്കും ഈ ഒരു പ്ലേസ്മെന്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോ നമ്മള് ഈസ്റ്റ് പോയിന്റ് കോളേജിന്റെ മെയിൻ ഇതിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഹിസ്റ്ററി കാണാനായിട്ട് സാധിക്കും. അവർ ജേർണി എന്ന് പറഞ്ഞിട്ട് 1997-ലാണ് ഇവര് കോളേജ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 1998-ൽ ഈസ്റ്റ് പോയിന്റ് ഓഫ് സ്കൂൾ ഓഫ് കല്യാൺ നഗർ ആണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 2018 വരെയാണ് ഇതിന്റെ ഒരു ജേർണി പ്രോഗ്രസ് വരുന്നത്. ഇപ്പൊ നിലവിൽ ഇവിടെ 66+ കോഴ്സസ് ആണ് നിലവിലുള്ളത്. പിന്നെ ഓരോ കോഴ്സിൻ്റെതാണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസ് അതിൻ്റെതായ രീതിക്ക് തന്നെയാണ് ഇവിടെ ഫാക്കൽറ്റീസ് സ്റ്റുഡൻസിനെ ഓരോ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ടർഫ് കാണാം. ടർഫ്, പിന്നെ അപ്പുറത്ത് തന്നെ ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ സ്പോർട്സ് ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോ ഇവിടെ ടർഫിൽ തന്നെ ഇപ്പൊ സ്റ്റുഡൻസിന് പ്രാക്ടീസ് ചെയ്യാനും ഫ്രീ ടൈമിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്രൗണ്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ തന്നെ വാനൊക്കെ അല്ലെങ്കിൽ ബസ്സൊക്കെ അലൗ ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. 2025-ലേക്കുള്ള അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇനി അധികം വൈകിപ്പിക്കേണ്ട. നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഞാൻ എല്ലാ ഫെസിലിറ്റീസും ഇതിന്റെ കോഴ്സുകളും കോളേജസിനെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും വലിയ ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇനി അധികം ആരും വൈകിപ്പിക്കേണ്ട. സ്ക്രീനിൽ കാണുന്ന നമ്പർ തന്നെ ഉടൻ കോൺടാക്ട് ചെയ്യൂ. ഹറിയം.